ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ. നീ പറയുക, എന്റെ രക്ഷിതാവേ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. ആ പിശാചുക്കൾ എന്റെ അടുത്ത് സന്നിഹിതരാകുന്നതിൽ നിന്നും എന്റെ രക്ഷിതാവേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത് ഖാല റബ്ബി ഇർജിഊൻ. അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ അവൻ പറയും, എന്റെ രക്ഷിതാവേ, എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചയക്കണമേ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള കാര്യത്തിൽ എനിക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കുവാൻ കഴിയത്തക്ക വിധം ഒരിക്കലുമില്ല. അതൊരു വെറും വാക്കാണ്. അതവൻ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ പിന്നിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ ഒരു മറയുണ്ടായിരിക്കുന്നതാണ്. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. എന്നിട്ട് കാഹളത്തിൽ ഊതപ്പെട്ടാൽ അന്ന് അവർക്കിടയിൽ കുടുംബബന്ധങ്ങളൊന്നുമുണ്ടായിരിക്കുകയില്ല. അവർ അന്യോന്യം അന്വേഷിക്കുകയുമില്ല. فمن ثقلت موازينه فأولئك هم المفلحون. അപ്പോൾ ആരുടെ സൽക്കർമ്മങ്ങളുടെ തൂക്കങ്ങൾ ഘനമുള്ളതായോ അവർ തന്നെയാണ് വിജയികൾ. ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. ആരുടെ സൽക്കർമ്മങ്ങളുടെ തൂക്കങ്ങൾ ലഘുവായിപ്പോയോ അവരാണ് ആത്മനഷ്ടം പറ്റിയവർ, നരകത്തിൽ നിത്യവാസികൾ. تلفح وجوههم النار وهم فيها كالحون. നരകാഗ്നി അവരുടെ മുഖങ്ങൾ കരിച്ചു കളയും. അവരതിൽ പല്ലിളിച്ചവരായിരിക്കും. ألم تكن آياتي تتلى عليكم فكنتم بها تكذبون. അവരോട് പറയപ്പെടും, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ? അപ്പോൾ നിങ്ങൾ അവയെ നിഷേധിച്ചു തള്ളുകയായിരുന്നുവല്ലോ. قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين. അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ നിർഭാഗ്യം ഞങ്ങളെ അതിജയിച്ചു കളഞ്ഞു. ഞങ്ങൾ വഴിപിഴച്ച ഒരു ജനവിഭാഗമായിപ്പോയി. ربنا أخرجنا منها فإن عدنا فإنا ظالمون. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. ഇനി ഞങ്ങൾ ദുർമാർഗത്തിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അക്രമികൾ തന്നെയായിരിക്കും. قال اخسئوا فيها ولا تكلمون. അല്ലാഹു പറയും, നിങ്ങൾ അവിടെ തന്നെ നിന്ദ്യരായി കഴിയുക. നിങ്ങൾ എന്നോട് മിണ്ടിപ്പോകരുത്. إنه كان فريق من عبادي يقولون ربنا آمنا فاغفر لنا وارحمنا وأنت خير الراحمين. തീർച്ചയായും എന്റെ ദാസന്മാരിൽ ഒരു വിഭാഗം ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പൊറുത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണികരിൽ ഉത്തമനാണല്ലോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله.
أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي كل امرئ مسبح في أهله والموت أدنى من شراق نعله സ്നേഹധന്യരായ സദസ്സിലെ പണ്ഡിതന്മാരെ, ആദരണീയരായ രക്ഷിതാക്കളെ, കാരണവന്മാരെ, സദസ്സിലും പരിസരത്തും സന്നിധരായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അടുത്തു നിന്നും അകലെ നിന്നുമായി ഈ പ്രഭാഷണം സാഹോദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ISM കുഞ്ചത്തൂർ ശാഖ സംഘടിപ്പിക്കുന്ന തദ്കിറ 2008 പ്രതിമാസ പഠന വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മറ്റുള്ള മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ മരണവും മരണാനന്തരം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ ആ പരലോകം എന്ന വിശാലമായ വിഷയത്തിലെ ഏറ്റവും കാലിക പ്രസക്തമായ അല്ലെങ്കിൽ കാതലായ 4 വിഷയങ്ങളെ കുറിച്ചാണ് ഇതിന്റെ സംഘാടകർ സംസാരിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും മരണം, അതേപോലെ തന്നെ ഇഹലോക ജീവിതത്തിലെയും പരലോക ജീവിതത്തിന്റെയും ഇടയിലായി നമുക്ക് അനുഭവിക്കാനുള്ള ഖബർ ജീവിതം, അതേപോലെ തന്നെ പരലോകത്തിലെ വിചാരണ, വിജയത്തിന്റെയും പരാജയത്തിന്റെയും കേന്ദ്രമായ സ്വർഗനരകം, ഈ പ്രസക്തമായ അധ്യായങ്ങളെല്ലാം ഈ പരലോകത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. വളരെ പരിമിതമായ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എങ്കിലും ഇൻഷാ അല്ലാഹ് പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം നമുക്ക് ഏറ്റവും പ്രാധാന്യപൂർവ്വം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതോടൊപ്പം ജീവിതത്തിന്റെ ലക്ഷ്യമെന്തെന്നറിയാത്ത
ഈ നശിച്ചു പോകുന്ന ഭൗതിക ജീവിതത്തെ അർഹിക്കുന്നതിലും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് സ്നേഹിക്കുന്ന നിരവധി ആളുകൾ നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും അവരുടെ മുമ്പിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കൃത്യമായ പരലോക വിശ്വാസം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ ഇന്ന് മതസംഘടനകൾ തയ്യാറാകുന്നില്ല. എന്നാൽ കേരള ദൗത്തുൽ മുജാഹിദീൻ എന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മാനവരാശികൾക്ക് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പടച്ചതമ്പുരാൻ ഒന്നാമത്തെ മനുഷ്യനും ഒന്നാമത്തെ പ്രവാചകനുമായ അവ്വലുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ ലോകത്തുള്ള മുഴുവൻ മാനവരാശികൾക്കും വേണ്ടി ഇറക്കി തന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന അള്ളാഹുവിന്റെ മതം, ആ മതം കൃത്യമായി മുന്നോട്ട് വെക്കുന്ന വിശ്വാസങ്ങൾ, കൃത്യമായി മുന്നോട്ട് വെക്കുന്ന ആചാരങ്ങൾ, കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അത് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശത്തെ പടച്ചതമ്പുരാനിൽ നിന്നും ഏറ്റുവാങ്ങിയ അന്തിമ പ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തിന് നൽകപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇന്ന് അന്യൂന്യമായി 14 നൂറ്റാണ്ടുകളോളമായി മാറ്റത്തിനുതൽക്ക് വിധേയമില്ലാത്ത ഏതെല്ലാം ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ മുന്നിലും അതേപോലെ തന്നെ വിമർശന ബുദ്ധികളുടെ പഠനത്തിന് മുമ്പിലുമെല്ലാം അജയ്യമായി നിലനിൽക്കുന്ന പ്രപഞ്ച സിദ്ധാവായ പടച്ചതമ്പുരാന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിന്റെ 23 കൊല്ലക്കാലത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചയായ ജീവിതം അഥവാ ഹദീസ്, ഈ രണ്ട് ആധാരങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇഹലോകത്തും നാളെ മരണാനന്തര ജീവിതത്തിലും പൂർണ്ണമായ രക്ഷ നൽകുന്ന ഗൈഡൻസ് ഗ്രന്ഥം, അല്ലെങ്കിൽ ഏറ്റവും നല്ല ആധാരം. പക്ഷേ പലപ്പോഴും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പല കോണുകളിൽ നിന്നും വീക്ഷിക്കുന്ന ആളുകൾ ഇസ്ലാമിന്റെ മുഖത്തെ ഇതിൽ നിന്നുള്ള വികാര ജീവികളുടെ പ്രവർത്തനം മൂലം വിലയിരുത്തുന്ന ആളുകൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സുന്ദരമായ സന്ദേശങ്ങളെ പഠിക്കുവാനോ അറിയുവാനോ അത് നുകരുവാനോ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള വികലമായ വിശ്വാസങ്ങളും ചിന്തകളും മനസ്സിൽ നിലനിൽക്കുന്ന പല ആളുകളും ഈ ശബ്ദം ശ്രമിക്കുന്നുണ്ടാകും. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വേദി കെട്ടിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു നേതാവിന്റെ ബുദ്ധിയിൽ ഉദിച്ച ചിന്താധാരയിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനല്ല, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഭൗതികമായ എന്തെങ്കിലും ഒരു നേട്ടം മുന്നിൽ കണ്ടുകൊണ്ട് അതിലേക്കുള്ള ഒരു പാലമായി, അതിലേക്കുള്ള ഒരു പ്രത്യേകമായ ഒരു തട്ടിപ്പ് പരിപാടിയായി സംഘടിപ്പിച്ച പ്രോഗ്രാമുമല്ല ഇത്. മറിച്ച് നാം എല്ലാവരും ഈ ഭൂമി ലോകത്ത് പ്രപഞ്ച സിദ്ധാവായ പടച്ചതമ്പുരാന്റെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നുകർന്നുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ നാൽക്കാലികളെ പോലെ തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും ചത്തുതീരാനുള്ള ആളുകളല്ല നമ്മൾ. മറിച്ച് നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന്, ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന്, 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്ത ഒരു ബീജം അണ്ഡവുമായി സംയോജിച്ച് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞായി, ഒരു മനുഷ്യനായി രൂപാന്തരപ്പെട്ട് ഈ ഭൂമിയിലേക്ക് വന്നവരാണ് നാം. നമ്മളിൽ നിന്ന് നമ്മുടെ ഈ ഭൂമി ലോകത്ത് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ജീവജാലങ്ങൾ, അവരിൽ നിന്ന് വ്യത്യസ്തമായി പടച്ചതമ്പുരാൻ മനുഷ്യന് നൽകിയ ഒരു ഗുണമാണ് കാര്യങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കുവാനുള്ള ബുദ്ധി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ജീവജാലങ്ങളെ വ്യത്യസ്തമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് പ്രപഞ്ചത്തിന്റെ സിദ്ധാവായ പടച്ചതമ്പുരാൻ പറഞ്ഞു, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. മനുഷ്യരെ നിങ്ങളെ ഈ ഭൂമിയിൽ നാം വെറുതെ സൃഷ്ടിച്ചു വിട്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ ആ ധാരണ തെറ്റാണ്. നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചു വിട്ടതല്ല. നാൽക്കാലികളെ പോലെ തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും മണ്ണിന്റെ ഭാഗമായി ചത്തുതീരാനുള്ളവരല്ല നിങ്ങൾ. മറിച്ച് എന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഈ മരണത്തോടുകൂടി നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല, മറിച്ച് മരണത്തോടുകൂടി യഥാർത്ഥമായ ജീവിതം ആരംഭിക്കുകയാണ് എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് വിമർശന ബുദ്ധിയോടുകൂടി കാണുന്ന ആളുകൾ യുക്തിവാദങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനെ ഗണ്ണിക്കാറുണ്ട്. മരിച്ച് മണ്ണിന്റെ ഭാഗമായി അസ്തമിച്ചു പോകുന്ന മനുഷ്യൻ രണ്ടാമതും ഇതേ ശരീരത്തോടുകൂടി ഒരു ലോകത്ത് ഒരുമിച്ച് കൂട്ടുകയോ അതൊരിക്കലും സാധ്യമല്ല, അതൊരിക്കലും തന്നെ നടക്കാൻ പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ഒരു ലോകമുണ്ട്, അവിടെ നന്മ പ്രവർത്തിച്ചവർക്ക് സ്വർഗമുണ്ട്, തിന്മ പ്രവർത്തിച്ച ആളുകൾക്ക് നരകമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ വെറുതെ എന്തെങ്കിലും ഒരു മിഥ്യായ ധാരണകളിൽ, അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സങ്കല്പത്തിൽ
ഹൃദയങ്ങൾ എന്തിനാണ് തിളക്കുന്നത്? മറിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നൽകപ്പെട്ട ആരോഗ്യം, അവന് നൽകപ്പെട്ട സുഖങ്ങൾ ഇതെല്ലാം പ്രകൃതിയുടെ ഭാഗമായി കിട്ടിയതാണ്. അതുകൊണ്ട് പ്രകൃതിയിൽ ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് പരമാവധി ഇവിടെ ആസ്വദിച്ച് തീർക്കുക എന്നതല്ലാതെ ഇതിന് ശേഷം ഒരു ലോകമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഗണ്ണിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് മുമ്പിൽ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരായത്താണ് ഈ വിഷയത്തിൽ ആമുഖമായി ഞാൻ ഓതിവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മരണത്തോടുകൂടി ആരംഭിക്കുന്ന യഥാർത്ഥ ജീവിതത്തിൽ തർക്കമില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ വിശ്വാസികളായ നമ്മെ കുറിച്ച് പറഞ്ഞത് വഹും ബിൽ ആഖിറതിഹിം യൂഖിനൂൻ, അവര് പാരത്രിക ലോകത്തെക്കുറിച്ച് പരലോക വിശ്വാസത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പൊ പരലോകമുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷേ അത് സംശയിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ വളരെ കൃത്യമായി പുനരുദ്ധാന നാളൊരു സത്യമാണെന്നും ഈ ജീവിതത്തിന് ശേഷമുള്ള ഒരു ജീവിതം അത് യാഥാർത്ഥ്യമാണെന്നും ചിന്തിക്കാൻ കഴിയുന്ന ശാസ്ത്രീയപരമായ കൃത്യമായ ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആൻ നൽകിയത് അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരുപാട് ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി കൊണ്ട് സൂറത്തുൽ മുഅ്മിനൂനിന്റെ 12 മുതൽ ഏകദേശം 19ഓളം വരുന്ന ആയത്തുകൾ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. ഇന്ന് മലയാളികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഖുർആനിനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിൽ. കർണാടകക്കാരന് മനസ്സിലാകുന്ന രൂപത്തിൽ ഖുർആനിന്റെ ട്രാൻസ്ലേഷൻ കർണാടകയിലുണ്ട്, അറബിക്കാരനുണ്ട്. ലോകത്തിന്റെ എല്ലാ ലിപികളിലും ഏറെക്കുറെ ഇന്ന് ഖുർആനിന്റെ പരിഭാഷകൾ ലഭിക്കും. അതുകൊണ്ട് അറബി അറിയില്ല, ആ ഗ്രന്ഥം നമുക്ക് അതിൽ വായിക്കാൻ അറിയില്ലെങ്കിൽ അതിന്റെ കൃത്യമായ ആദർശം, ആശയം എന്താണെന്ന് നമ്മുടെ ഭാഷയിൽ അത് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് പഠിക്കുകയും വിമർശന ബുദ്ധിയോടുകൂടി തന്നെ അതിലേക്ക് നോക്കുകയും എന്നിട്ട് അത് 100% സത്യമാണ്, ഇതൊരിക്കലും മുഹമ്മദ് നബിയുടെ കൈകൾ കൊണ്ട് എഴുതപ്പെട്ടതല്ല, മറിച്ച് ആകാശങ്ങളെയും ഭൂമിയെയും അതിലെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിന്റെ സിദ്ധാവായ പടച്ചതമ്പുരാൻ അന്തിമ പ്രവാചകനായ അഷ്റഫുൽ ഖൽഖിലൂടെ കൊടുത്തയക്കപ്പെട്ട വിജയത്തിന്റെ ഗന്ധമാണ് എന്ന് 100% ബോധ്യമാകുന്നു എങ്കിൽ മാത്രം അതിനെ നുകരുക, അതിനെ മാറോട് അടച്ചു പിടിക്കുക, അതിന്റെ പാന്താവിലൂടെ ജീവിക്കുക. അല്ലാതെ ബലാത്കാരമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്ള്. സത്യത്തെയും അസത്യത്തെയും ഇവിടെ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും ദീനുൽ ഇസ്ലാമിൽ ബലാത്കാരമില്ല. പണം കാണിച്ച്, ഉദ്യോഗം കാണിച്ച്, ജീവിത സുഖങ്ങൾ കാണിച്ച് മനുഷ്യന്റെ മസ്തിഷ്കത്തെ ഏതെങ്കിലും തരത്തിൽ പ്രക്ഷാളനം ചെയ്തുകൊണ്ട് അവനെ വശീകരിച്ചെടുക്കുന്ന ഒരു പ്രത്യേകമായ മിഷനറി തന്ത്രം ഇതിലില്ല. ഇന്നമാ അൻത മുദക്കിറുൽ ലസ്ത അലൈഹിം ബിമുസൈതർ. ഓ നബിയെ, താങ്കൾ ഉത്ബോധനം കൊടുക്കേണ്ടവൻ മാത്രമാണ്, ഒരിക്കലും തന്നെ നിർബന്ധം ചെലുത്തേണ്ടവനല്ല. കാരണം ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. പൊന്തി നിൽക്കുന്ന 2 പാതകളിലാ വളരെ കൃത്യമായി മനുഷ്യന്റെ മുമ്പിൽ ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ വിധാനിച്ചിട്ടുണ്ട്. ഒന്ന് നന്ദിയുടെ മാർഗമാണ്, ഒന്ന് നന്ദികേടിന്റെ മാർഗമാണ്. അതുകൊണ്ട് ഈ മാർഗം ഇവിടെ വളരെ വ്യക്തമാണ്. ആ മാർഗത്തില് പരലോക വിശ്വാസത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്ന കൃത്യമായ ഒരു ചിന്തയോടുകൂടിയുള്ള ഒരു ആയത്താണ് ആമുഖമായി ഞാൻ ഈ വിഷയത്തിൽ കേൾപ്പിക്കുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘട്ടത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. മനുഷ്യനെ നാം കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെ? മനുഷ്യൻ മണ്ണിന്റെ ഭാഗമാണ്, മണ്ണിന്റെ അംശങ്ങളാണ്, ലവണങ്ങളാണ് അവന്റെ ശരീരത്തിൽ മുഴുവൻ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സത്ത. അതുകൊണ്ട് തന്നെ മണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. സുമ്മ ജഅൽനാഹു നത്ഫതൻ ഫീ ഖറാരിൻ മകീൻ. പിന്നീട് ഒരു ബീജഗണമായി കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു. ബീജഗണമായി ഭദ്രമായ ഒരു സ്ഥാനത്ത് നാം അവനെ കൊണ്ടുപോയി വെച്ചു. ആര് വെച്ചു? ഇന്ന് നാം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളാണോ? അല്ലെങ്കിൽ കല്ല്, മുള്ള്, മുരട്, മൂർഖൻ പാമ്പ്, ആൽത്തറകൾ, മണ്ഡപങ്ങൾ, ശ്രീകോവിലുകൾ, മക്ബറകൾ, ജാറങ്ങൾ, പുണ്യപുഷ്പങ്ങൾ, പുണ്യദൈവങ്ങൾ എന്നിങ്ങനെ ദൈവേതര ശക്തികൾക്കാണോ ആ വിഷയത്തിൽ പങ്കുള്ളത്? അല്ല. ഒരു കുഞ്ഞ് ഗർഭാശയത്തിൽ രൂപാന്തരപ്പെടുന്നതിൽ ഇന്ന് നാം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തികൾക്കും പങ്കില്ല എന്ന് ഏകസ്വരത്തിൽ ഇവിടെ ഓരോ മതക്കാരനും അംഗീകരിക്കുകയാണ്. എങ്കിൽ ആ സത്യത്തിൽ തൊട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ മാനവരാശികളോട് പറയുന്നു എന്ത്? സുമ്മ ജഅൽനാഹു നത്ഫതൻ ഫീ ഖറാരിൻ മകീൻ. പിന്നീട് ഒരു ബീജഗണമായി കൊണ്ട് നാം അവനെ ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു. സുമ്മ ഖലഖനൽ നത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദഅതൻ ഫഖലഖനൽ മുദഅത ഇലാമാ ഫകസൗനൽ ഇലാമ ലഹ്മാ.
വിശുദ്ധ ഖുർആൻ എത്ര മധുരമായിട്ടാണ് സഹോദരങ്ങളെ 14 മുമ്പ് അടുത്ത കാലത്ത് ശാസ്ത്രം തെളിയിക്കപ്പെട്ട സത്യത്തെക്കുറിച്ച് നിരക്ഷരനായ പ്രവാചകന്റെ ഉമ്മിയായ പ്രവാചകന്റെ വായിലൂടെ ഓതി കേൾപ്പിക്കപ്പെടുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ചിട്ടില്ലാത്ത ചരിത്രകാരന്മാർ ഇരുട്ടിന്റെ യുഗമെന്ന് പറഞ്ഞ ആ തികച്ചും ഇരുട്ടിന്റെ യുഗത്തിൽ ആ ജീവിക്കപ്പെട്ട നിരക്ഷരനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഓതി കേൾപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ പറയുന്ന ഒരു ശാസ്ത്രീയ വശം നോക്കൂ നിങ്ങൾ. സുമ്മ ഖലഖനൽ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുളഅ ഫഖലഖനൽ മുളഅത ഇലാമാ ഫകസൗനൽ ഇലാമ ലഹ്മാ. പിന്നീട് ആ ബീജഗണത്തെ നാം ഒരു ഭ്രൂണമായി രൂപാന്തരപ്പെടുത്തുന്നു. അല്ലോ 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്ത ഒരു ബീജം പുരുഷന്റെ പുംബീജത്തിൽ നിന്ന് സ്രവിക്കപ്പെടുകയും അത് സ്ത്രീയുടെ അണ്ഡവുമായി സംയോജിച്ച് ഗർഭാശയത്തിൽ ഒരു ഭ്രൂണമായി അത് രൂപാന്തരപ്പെട്ടു വരികയും പിന്നീട് ആ ഭ്രൂണത്തെ അല്ലാഹു തആല ഒരു മാംസകഷ്ണമായി ഒരുമിച്ച് കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത്. പിന്നീട് ആ മാംസകഷ്ണമത ഫഖലഖനൽ മുളഅത ഇലാമാ ഫകസൗനൽ ഇലാമ ലഹ്മാ. പിന്നീട് ആ മാംസഖണ്ഡത്തെ അല്ലാഹു ഒരു അസ്ഥികൂടമായി മാറ്റുകയാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അസ്ഥികൾ, ഞരമ്പുകളും മാംസങ്ങളും രക്തക്കുഴലുകളും എല്ലാം നൽകുന്നതോടൊപ്പം ശരീരം നിൽക്കുവാനും അവന്റെ ജീവിത വ്യവഹാരത്തിന് ആവശ്യമായി വഴങ്ങുന്ന രൂപത്തിലുള്ള അസ്ഥികൾ കൈകൾക്ക്, കാലുകൾക്ക്, തലയോട്ടികൾ, തലകൾക്ക്, കണ്ണുകൾക്ക് തുടങ്ങി എവിടെയെല്ലാം ആവശ്യമുണ്ടോ അവിടെയെല്ലാം പ്രപഞ്ച സൃഷ്ടാവ് ഗർഭാശയത്തിൽ തന്നെ അസ്ഥികളെ രൂപപ്പെടുത്തുകയാണ്. പിന്നീട് ആ അസ്ഥിക്ക് മുകളിലതാ അല്ലാഹു വീണ്ടും മാംസം കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു, മാംസം കൊണ്ട് പൊതിയുകയാണ്. എന്നിട്ട് ആ സൃഷ്ടി പിന്നീട് സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖിറ, പിന്നീട് അവനെ നാം വളർത്തിയെടുക്കുകയാണ് മറ്റൊരു സൃഷ്ടിയായിക്കൊണ്ട്. അഥവാ പരിപൂർണ ഭംഗിയുള്ള ഒരു ന്യൂനതയുമില്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു മനുഷ്യ കുഞ്ഞായിക്കൊണ്ട് ഗർഭാശയത്തിൽ പടച്ചതമ്പുരാൻ വളർത്തുകയാണ്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ രൂപത്തിൽ ഏറ്റവും നല്ല സൃഷ്ടി നടത്തിയ ആ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. കണ്ടോ എത്രമാത്രം ഭംഗിയുള്ള, എത്രമാത്രം വ്യവസ്ഥാപിതമായിട്ടാണ് ഒരു കുഞ്ഞ് ഗർഭാശയത്തിൽ രൂപാന്തരപ്പെടുന്നത്. ആ ശാസ്ത്രം ഇന്ന് തെളിയിക്കപ്പെട്ട സത്യം 14 നൂറ്റാണ്ട് മുമ്പ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിയിലൂടെ ഓതി കേൾപ്പിക്കപ്പെട്ട ഖുർആനിൽ പറയുന്നു. ഇങ്ങനെ ശൂന്യമായ ഒരവസ്ഥയിൽ നിന്ന് ഗർഭാശയത്തിൽ വിവിധ ഘട്ടങ്ങൾ തരണം ചെയ്ത് ഒരു കുഞ്ഞ് രൂപാന്തരപ്പെട്ട് പുറത്തു വരുന്നു. സംശയമുണ്ടോ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഇല്ല. ഇങ്ങനെയാണ് ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് പറന്നു വീഴുന്നത്. എങ്കിൽ ആ പറന്നു വീഴുന്ന കുഞ്ഞ് ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ നൽകി അത് ഉപയോഗപ്പെടുത്തി ജീവിച്ച് മരിക്കുന്നു എന്നതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഇല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു ഈ രൂപത്തിൽ വളർന്നു വന്ന മനുഷ്യന് പിന്നീട് ഒരു നിശ്ചിത അവധി നൽകിയിട്ട് പിന്നീട് അവൻ അതിനുശേഷം മരണപ്പെടുകയാണ്. പിന്നീട് അവനെ അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നതാണ്. കണ്ടോ, പിന്നീട് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ തീർച്ചയായും അവൻ നിങ്ങളെ കൊണ്ടുവരുന്നതാണ്. സഹോദരങ്ങളെ, ഒരു കുഞ്ഞ് ഒരു അഡ്രസ്സില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ജനിച്ച് വളർന്ന് വലുതായി ഭൂമിയിൽ എത്തിയെന്നത് നാം സമ്മതിക്കുന്നു എങ്കിൽ അതിന്റെ പിന്നിൽ ഇന്ന് ഒരു ശക്തികൾക്കും കൈയില്ല എങ്കിൽ, പങ്കില്ല എങ്കിൽ അതിനെ പരവത്വമായ കരവരയാളത്തിലൂടെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ തന്നെ അതിന് ശേഷമുള്ള ലോകത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. അവനെ മരണാനന്തരത്തിൽ ഒരുമിച്ച് കൂട്ടും. ഇത് വിശ്വസിക്കാൻ എന്താ പ്രയാസം സഹോദര? ഇന്ന് ഈ സംസാരിക്കുന്ന ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു വാപ്പയുണ്ട്, ഒരു കുടുംബമുണ്ട്, ഒരു ഐഡന്റിറ്റി ഉണ്ട്. പറയാം, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും പരിചയപ്പെടുത്താൻ ഒരു തറവാടുണ്ട്, അല്ലെ? എങ്കിലും ഒരു 100 കൊല്ലം മുമ്പ് ഞാനും നിങ്ങളും എവിടെ എന്ന ചോദ്യത്തിന് ആർക്കെങ്കിലും ഉത്തരമുണ്ടോ? ഇല്ല. വിശുദ്ധ ഖുർആൻ ആ കാര്യം തൊട്ടുകൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. എന്ത്? ഹൽ ഹത്താ അലൽ ഇൻസാനി ഹീനും മിനൽ ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യരെ, നിങ്ങളുടെ ജീവിതത്തിൽ അഡ്രസ് ഇല്ലാത്ത ഒരു കാലം അത് നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? ഇല്ലേ? ആ ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ? ഉണ്ട്. എങ്കിൽ ആ ശൂന്യമായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് അഡ്രസ് നൽകിയ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ പറയുന്നു, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ.
ഈ ജീവിതം നിങ്ങൾക്ക് മണ്ണിൽ നിന്ന് നൽകപ്പെട്ടതാണ്. മണ്ണിലേക്ക് തന്നെ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. സെമിത്തേരികളിലും ചുടലക്കളങ്ങളിലും ഖബർസ്ഥാനുകളിലും ഭസ്മമാക്കി പാറ്റിയ പുഴകളിലുമൊക്കെയായി നിങ്ങളുടെ ജീവൻ നിങ്ങൾ കൊണ്ടുപോയി ഒഴുക്കും. പക്ഷേ അവിടെ നിന്ന് രണ്ടാമത് എങ്ങനെ ശൂന്യതയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചുവോ ആ റബ്ബ് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ രണ്ടാമതും മരണാനന്തര ജീവിതത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. ഇതൊരു സത്യമാണ്. ഈ യാഥാർത്ഥ്യം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തന്നു. അപ്പോ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള പ്രപഞ്ചത്തിന്റെ പുറമെയുള്ള ഈ കാര്യങ്ങള് എങ്ങനെ നമുക്ക് പറഞ്ഞു തരും? ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. കാരണം മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ചയും കേൾവിയുടെ പവറും അതുപോലെ തന്നെ നാവിന്റെ പിന്നെ രുചിച്ചറിയാനുള്ള അത്തരത്തിലുള്ള കുമിളകളും മറ്റുള്ള ആ വൈഭവസിദ്ധിയും ഒക്കെ പരിധിയുണ്ട്. മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും ഈ പ്രപഞ്ചത്തിന്റെ അപ്പുറത്തേക്ക് അവന് കടക്കാൻ പറ്റില്ല. അപ്പൊ പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുള്ള ഈ യാഥാർത്ഥ്യങ്ങളെ ഒരു മനുഷ്യനെ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ അത് പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുള്ള ഈ പ്രപഞ്ചത്തെയും അതിനെ മുഴുവൻ സൃഷ്ടിച്ച് അതിന്റെ പുറത്തു നിൽക്കുന്ന അതിനെ പരിപാലിക്കുന്ന ഒരു റബ്ബിന്, ഒരു തമ്പുരാന് മാത്രമല്ലേ അത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ, അല്ലേ? ആ തമ്പുരാൻ മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടനായ ശ്രേഷ്ഠനായ മുഹമ്മദ് നബിയെ തെരഞ്ഞെടുത്തുകൊണ്ട് അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതൊന്ന് പഠിക്കാൻ നമുക്ക് ശ്രമിച്ചുകൂടെ? ഇതൊന്ന് ആലോചിക്കുവാൻ നമുക്ക് ശ്രമിച്ചുകൂടെ? ഇത് സത്യമാണെങ്കിൽ സ്വീകരിക്കുവാനുള്ള ഒരു സമയമല്ലേ നമുക്കുള്ളത് സഹോദരങ്ങളെ? അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ പല സ്ഥലങ്ങളിലും പ്രഗത്ഭരായ നമ്മുടെ പണ്ഡിതന്മാര് പറയാറുള്ള ഒരു കൊച്ചു കഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുകയാണ്. പലരും ഇതിനെക്കുറിച്ച് തിരസ്കരിക്കുന്ന, ഇത് മിഥ്യയാണ്, ഇത് നമ്മൾക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് മുമ്പിൽ ചിന്തിക്കാൻ വേണ്ടി ഒരു കൊച്ചു കഥ ഞാൻ പിന്നെ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒരു വലിയ കായൽ എന്ന് പറഞ്ഞാൽ പുഴ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയൊരു കുളം. അങ്ങനെ ആ കായലിന്റെ കരയിൽ നിന്നുകൊണ്ട്, ആ പുഴയുടെ കരയിൽ നിന്നുകൊണ്ട് ഒരു മുക്കുവൻ, ഒരു ഫിഷർമാൻ, ഒരു മീൻ പിടിക്കുന്ന ആള്, ഫിഷ്മാൻ എന്ത് ചെയ്യാണ്? അവന് പിന്നെ ചൂണ്ടലിട്ടിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇര കോർത്ത് ആ തിളക്കമുള്ള പിന്നെ ചൂണ്ടൽ കൊക്കയില് ഇര കോർത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ വെള്ളത്തിൽ ഇരങ്ങനെ താഴ്ന്നു കിടക്കുമ്പോ ആ സ്വാദുള്ള ഏത് മത്സ്യം കണ്ടാലും പെട്ടെന്ന് ചാടി വീഴുന്ന ആ ഇരയിലേക്ക് വായ പിളർത്തി ഒരു വലിയ മത്സ്യം ഇങ്ങനെ നീന്തി എടുക്കുകയാണ്. ഒരു സപ്പോസ് ഉദാഹരണം പറയാം, ഒരു മീൻ ഇങ്ങനെ നീന്തി വരിക. ഈ നീന്തി വരുന്ന മീനിന്റെ മുമ്പില് ഒരു തവള നിന്നിട്ട് തടഞ്ഞു നിന്നിട്ട് പറഞ്ഞു, മീനെ ആ ഇരയിൽ കൊത്തല്ലേ, ആ ചൂണ്ടൽ കൊക്കുമ്പോ നീ പിടിക്കല്ലേ, നിന്റെ മുമ്പിൽ ഈ കാണുന്ന ഈ വസ്തു ഉണ്ടല്ലോ അതുമ്പോ നീ കൊത്തു പോകരുത്, അത് കൊത്തിയാൽ അതിന്റെ ഉള്ളിൽ മൂർച്ചയുള്ള ഇരുമ്പ് കൊളുത്തുണ്ട്. തവള പറയാം, ഉദാഹരണമാണ്, കഥയാണ്. ആ ഇരുമ്പ് കൊളുത്ത് അതിന്റെ അറ്റത്ത് ഒരു ഹോൾസ് ഉണ്ട്. ആ ഹോൾസിൽ നല്ല ബലമുള്ള, നിനക്ക് പൊട്ടിക്കാൻ കഴിയാത്ത നല്ല ശക്തിയുള്ള ഒരു ഈറമ്പമുണ്ട്, ഒരു നൂലുണ്ട്. ആ നൂലിന്റെ അറ്റത്ത് ഒരു വലിയ വടിയുണ്ട്. ആ വടി പിടിച്ച് കരയിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വസ്തു ഇരിക്കുന്നുണ്ട്, ഒരു സാധനം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ അതിൽ കൊത്തിക്കഴിഞ്ഞാൽ നീ എന്റെ ചെകിളയിൽ അത് കുടുങ്ങിയാൽ അവൻ വലിച്ചാൽ നീ പുറത്തേക്കെത്തിയാൽ നിനക്ക് ശ്വാസം കിട്ടൂല, ശ്വാസിക്കാൻ കഴിയില്ല. അപ്പൊ നീ പെടഞ്ഞ് നിന്നെ ശ്വാസം മുട്ടിച്ച് അവൻ കൊന്നു കഴിഞ്ഞിട്ട് അവന്റെ കയ്യിൽ ഒരു കൊട്ടുണ്ട്. ആ കൊട്ടയിൽ അത് കിട്ട് വീട്ടിലേക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് അവന്റെ ഭാര്യ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അവിടെ, വൈഫ്. ആ ഭാര്യ എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യും? നിന്റെ ശരീരത്തിലെ ചെകിളകളൊക്കെ കത്തി കൊണ്ട് മുറിച്ചെടുത്ത് അങ്ങനെ കാഷ്ടവും അതിൻ്റെ ഉള്ളിലെ കുടലും ഒക്കെ വലിച്ച് പുറത്തേക്കെടുത്ത് കീറി കഷ്ണമാക്കി നല്ല എരിവുള്ള മുളക് അതിൽ പുരട്ടി തിളച്ചു മറിയുന്ന ചട്ടിയിലെ എണ്ണയിലേക്ക് നിന്ന് ഇട്ടിട്ട് പൊരിച്ചിങ്ങനെ മറിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവരെല്ലാരും കൂടി ഇരുന്നിട്ട് കഴിക്കും. അതുകൊണ്ട് ഇതൊരു സത്യമാണ് മീനെ, നീ അങ്ങനെ പോകരുത് കേട്ടോ എന്ന് പറയുമ്പോ അവിടെ ഒരു മീന്, ഇന്നത്തെ ചില ആളുകൾ ചോദിക്കുന്ന പോലെ യുക്തിവാദം, ചട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ഒരു മീനിനെ കാണിച്ചോണ്ട, അങ്ങനെ കരയിലെത്തിയിട്ട് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്ന ഒരു മീനിനെ നീ കാണിച്ചോണ്ടാന്ന് പറഞ്ഞ ആ മീന് പറഞ്ഞതാണോ യാഥാർത്ഥ്യം? അല്ല, കരയിലും കടലിലും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്ന, വെള്ളത്തിലും കരയിലും ഒരുപോലെ പോയി വരാൻ കഴിയുന്ന തവള പറഞ്ഞതാണോ സത്യം? സഹോദരങ്ങളെ ചിന്തിക്കും നിങ്ങൾ, അല്ലേ? തവള പറഞ്ഞത് സത്യം. കാരണം എന്താ? മീനിന് കരക്ക് പോകാൻ പറ്റൂല, കരയിലേക്ക് പോകാൻ പറ്റൂല. തവളക്ക് അങ്ങനെയല്ല, തവളക്ക് വെള്ളത്തിലും ഇരിക്കാൻ കരയിലും പോകാം. അപ്പൊ കരയിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യത്തിന് തവള പറഞ്ഞു കൊടുക്കുമ്പോ ആ തവള എന്താ ചിന്തിക്കുക? ആ മീൻ എന്താ ചിന്തിക്കേണ്ടത്? ഉദാഹരണം പറയാം, മീൻ എന്താ ചിന്തിക്കേണ്ടത്? ഈ തവള പറയാൻ കാരണം ഇപ്പൊ എന്താ? നമുക്ക് തവളയെ കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കാം. അപ്പൊ തവളയെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോ ആ തവള ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല.
ആ തവള ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരാളെയും വഞ്ചിച്ചിട്ടില്ല. ആ തവള മറ്റുള്ള തവളകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വളരെ ഗുണമുള്ള നല്ല ശുദ്ധിയുള്ള ഒരു തവളയാണ്. അപ്പൊ ആ തവളയെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ ആ തവളയുടെ വാക്കുകൾ തിരസ്കരിക്കാൻ ഒരു വകുപ്പില്ല. അങ്ങനെയുള്ള ഒരു മത്സ്യം ഈ കരക്കുള്ള രഹസ്യങ്ങൾ കാണാതെ തന്നെ അംഗീകരിച്ച് ആ രയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ആ മത്സ്യത്തിന് വെള്ളത്തിൽ ജീവിക്കാം, അല്ലെ? എന്ന പോലെ സഹോദരങ്ങളെ, മനുഷ്യന്റെ ബുദ്ധി എന്നത് പരിമിതമാണ്. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ 7 ലോകം തിരിയുന്ന മാർഗം, അതിലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന് കവികൾ ചോദിച്ചതുപോലെ ഈ പ്രപഞ്ചത്തിനപ്പുറത്തേക്ക് പോകാനുള്ള കഴിവ് മനുഷ്യനില്ല. ഈ ആകാശത്തിന്റെ 1-ാം ആകാശത്തിൽ തന്നെ അരിമണികൾ വാരി വിതറിയ പോലെ നാം കാണുന്ന ഈ താരാപഥങ്ങൾ, അതിലേക്കുള്ള ദൂരത്തെ കുറിച്ച് പോലും ഇന്ന് കൃത്യമായി ശാസ്ത്രത്തിന് പൂർണ്ണമായി എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഒരു വക്കിൽ, ഒരു ചെറിയ തമ്പിൽ മാത്രമേ മനുഷ്യൻ തൊട്ടിട്ടുള്ളൂ. വിശാലമായി കിടക്കുന്ന പ്രപഞ്ചവും അതിനപ്പുറത്ത് ഇതിനെ പരിപാലിക്കുന്ന ഒരു രക്ഷിതാവ്, ആ രക്ഷിതാവ് പറഞ്ഞ ഒരു യാഥാർത്ഥ്യം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബിയുടെ വായിലൂടെ നാം കേൾക്കുമ്പോൾ വിമർശന ബുദ്ധിയോടുകൂടിയാണെങ്കിൽ അതൊന്ന് പഠിച്ചൂടെ, നമുക്ക് ഒന്ന് ചിന്തിച്ചുകൂടെ? എന്നിട്ടത് സത്യമാണെങ്കിൽ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മരണാനന്തര ജീവിതം അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിന്നുകൊണ്ട് എന്താണ് പരലോകം എന്നത് നാം കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. കാരണം ഈ ഭൂമി ലോകത്ത് നമുക്ക് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ, വളരെ കുറഞ്ഞ സമയമുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പറഞ്ഞു തന്നത് എന്റെ ഉമ്മത്തിന് വളരെ കുറഞ്ഞ ആയുസേ ഉള്ളൂ. എത്രയാ? 60ന്റെയും 70ന്റെയും ഇടയിൽ, അല്ലെ? അതിനെ താണ്ടിക്കിടക്കുന്നവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, കുറഞ്ഞ ആളുകളേ ഉള്ളൂ. ഭൂരിപക്ഷവും അതിനുള്ളിൽ തന്നെ മരണപ്പെടുന്നവരാണ്. വർദ്ധിച്ചു വരുന്ന അപകട മരണങ്ങൾ, മാരകമായ രോഗങ്ങൾ കൂടുതലായും തീണ്ടപ്പെടുന്നത് ആരെയാണ്? വയസ്സന്മാരെയോ വാർദ്ധക്യം കൂടിയ ആളുകളെയല്ല, മറിച്ച് അത് യുവാക്കളെയാണ്. അതുകൊണ്ട് വളരെ പരിമിതമായ സമയമേ നമുക്കുള്ളൂ. അതുകൊണ്ട് ഈ ഭൂമിയിലേക്ക് പടച്ചതമ്പുരാൻ നമ്മളെ പറഞ്ഞയച്ചതിന്റെ ഉദ്ദേശം എന്താണ്? അത് അല്ലാഹു തആല വളരെ വ്യക്തമായി തന്നെ സൂറത്തുൽ മുൽക്കിലൂടെ പറയുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. അല്ലാഹു തആല വളരെ വ്യക്തമായി പറയുന്നു, എന്ത്? പടച്ചവൻ നിങ്ങൾക്ക് ജീവിതവും മരണവും ഉണ്ടാക്കിയത് എന്തിനാണ്? അത് അല്ലാഹു പറയുന്നു, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഈ ഭൂമിയിൽ നന്നായി പണിയെടുക്കുന്നത് എന്ന് നോക്കാനാണ്. അപ്പൊ ഈ ഭൂമിയിലേക്ക് വന്ന നമ്മുടെ പണി എന്താ? ഇവിടെ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ നൽകി പടച്ചതമ്പുരാൻ സൃഷ്ടിച്ച ഈ മനുഷ്യൻ എന്ന ജീവിയുടെ ഉത്തരവാദിത്തം എന്താണ്? അവന്റെ ഡ്യൂട്ടി എന്താണ്? ഈ ഭൂമിയിൽ അവൻ പ്രവർത്തിക്കണം. എന്ത് പ്രവർത്തനമാണ് പ്രവർത്തിക്കേണ്ടത്? എന്താ പ്രവർത്തിക്കേണ്ടത്? ഈ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും സമ്പത്തും ആസ്വാദനങ്ങളും നേടാൻ വേണ്ടി പരമാവധി ഓടാൻ വേണ്ടിയാണോ പറഞ്ഞത്? അല്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാൻ വേണ്ടി അള്ളാഹു നൽകിയ ഒരു താവളമാണ് ഭൂമി. അതുകൊണ്ട് വിശ്വാസികളായ നാം ഏറ്റവും അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടത് ഇഹലോക ജീവിതം എന്നത് പരലോകവുമായി ബന്ധപ്പെടുത്തുമ്പോൾ സഹോദരങ്ങളെ ഏറ്റവും നിസ്സാരമാണ്, വളരെ നിസ്സാരമാണ്. ഈ ദുനിയാവിന്റെ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി മനുഷ്യന്മാർ ഓടിക്കിടക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി കൊണ്ട് ഈ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറഞ്ഞു തരികയാണെന്ത്? യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതുഫാഖറു ബൈനകും വതുകാസറു ഫിൽ അംവാലി വൽ ഔലാദ്. യഅലമു, നിങ്ങൾ അറിയണം കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം, അന്നമൽ ഹയാത്തുദ് ദുനിയാ, ഈ ഇഹലോക ജീവിതം എന്നത് ലഅബുൻ വലഹുൻ വസീനത്തുൻ, അത് കളിയാണ്, വിനോദമാണ്, അലങ്കാരമാണ്. അല്ലെ? ദുനിയാവെന്ന് പറഞ്ഞ കളിയാണ്, വിനോദമാണ്, അലങ്കാരമാണ്. അത് മാത്രമാണോ അല്ല, സമ്പത്തിലും സന്താനങ്ങളിലും പെരുമ നടിക്കലാണ്. ഈ 5 കാര്യമാണ് ഇന്ന് ദുനിയാവിൽ മനുഷ്യന്മാര് യഥാർത്ഥത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്പത്തുകളിലും സന്താനങ്ങളിലുമുള്ള പെരുമ നടിക്കൽ, അതേപോലെ തന്നെ ആസ്വാദനം, അതുപോലെ തന്നെ ഇവിടെ വിനോദങ്ങൾ, അലങ്കാരമായി കൊണ്ടുള്ള ഒരു ജീവിതം. യഥാർത്ഥത്തിൽ ഈ ദുനിയാവ് എന്ന് പറയുന്നത് ആ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പറഞ്ഞു, എന്ത്? ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ചു കളയുന്ന വിഭവമാണ്. ഈ ദുനിയാവിന്റെ നൈമിഷികതയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകാൻ പാടില്ല.
ദുനിയാവിന്റെ നിസാരതയെ സംബന്ധിച്ചിടത്തോളം അത് എത്ര നിസാരമാണ് എന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പരലോകവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇഹലോകം എത്ര നിസാരമാണ്. എന്താ? ഏതുപോലെ ഒരു കൊതുകിന്റെ ചിറകിന്റെ ഭാരം എത്രയാണോ അത്രേ ഉള്ളൂ ഇഹലോക ജീവിതം പരലോകവുമായി ബന്ധപ്പെടുത്തുമെന്നാണ്. ഒരു കൊതുകിന്റെ ചിറകിന്റെ ഭാരം എത്ര? അത് നമുക്ക് അളക്കാൻ പറ്റൂ? ഇല്ല. അത്ര നിസാരമാണ് യഥാർത്ഥത്തിൽ ഇഹലോക ജീവിതം. വളരെ നിസാരമാണ് സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞില്ലേ, നിങ്ങളുടെ വിരൽ നിങ്ങൾ സമുദ്രത്തിൽ മുക്കി പുറത്തെടുക്കുക, ആ സമുദ്രത്തിൽ നിന്ന് നിങ്ങളുടെ വിരൽ തുമ്പിലേക്ക് ശേഖരിക്കപ്പെടുന്ന ജലം എത്രയാ? 2 തുള്ളി അല്ലെ? ഒരു 2 തുള്ളി മാത്രമേ നമ്മള് ആ വെള്ളത്തിൽ മുക്കിയിട്ട് സമുദ്രത്തിൽ മുക്കി പുറത്തെടുത്താൽ നമ്മുടെ വിരൽ തുമ്പിൽ വരുള്ളൂ. പരലോകവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇഹലോക ജീവിതം അത്രേ ഉള്ളൂ, വളരെ നിസ്സാരമാണ്. പക്ഷെ ആ ഇഹലോക ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് മനുഷ്യന്മാർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇഹലോക ജീവിതത്തിലെ സുഖങ്ങൾ നേടിയെടുക്കാനാണ് യഥാർത്ഥത്തിൽ ധാർമ്മിക മൂല്യങ്ങളെ ചവിട്ടിത്തേക്കുന്നത്, യഥാർത്ഥമായ വിജയത്തിന്റെ ലോകത്തെ മറന്നുകൊണ്ട് ഓടുന്നത്. അങ്ങനെ ലക്ഷ്യം കാണാതെ ഒഴുക്കിനൊത്ത് ഒഴുകുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ലക്ഷ്യം മനസ്സിലാക്കിയ നാം ഒഴുകാൻ പാടില്ല. ഈ ശബ്ദം കേൾക്കുന്നവരെ ഇനി അവിടുന്ന് അങ്ങോട്ട് ഒഴുകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്റെ ഉമ്മത്തിൽ 5 കാര്യങ്ങളെ അമിതമായി സ്നേഹിക്കുകയും 5 കാര്യങ്ങളെ അമിതത്തിന് മറന്നുകളയുകയും ചെയ്യുന്ന വിഭാഗം വരാനുണ്ട്. യുഹിബ്ബൂന ഖംസൻ വയൻസൗന ഖംസ. 5 കാര്യങ്ങൾ അവർ സ്നേഹിക്കുകയും 5 കാര്യങ്ങൾ അവർ മറന്നുകളയുകയും ചെയ്യും. യുഹിബ്ബൂന ദുനിയ വയൻസൗന ആഖിറ. അവർ ദുനിയാവിനെ സ്നേഹിക്കുന്നു, ആഖിറത്തിനെ മറന്നുകളയുന്നു. യുഹിബ്ബൂനൽ ഹയാത വയൻസൗന മമാത്. ജീവിതത്തെ അങ്ങേറ്റം അവർ ഇഷ്ടപ്പെടുന്നു, മരണത്തെ അവർ മറന്നുകളയുന്നു. 99 വയസ്സായി മരിക്കാൻ കിടക്കുന്ന ഒരു കാരണവരുടെ അടുക്ക വന്നിട്ട് സ്വകാര്യത്വങ്ങൾ ചോദിച്ചു നോക്കി, വല്ലിപ്പ ഇനി മരിക്കാൻ തയ്യാറല്ലേ, വന്നു കഴിഞ്ഞാൽ പോകാൻ ഒരിക്കലേ എന്ന് ചോദിച്ചാൽ പറയലെന്താ? മോനെ, എന്റെ ചെറിയ മകന്റെ വീടിന്റെ കുടിയിരിക്കലും കൂടി കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ എന്റെ ചെറിയ മോന്റെ പേരക്കുട്ടിന്റെ കല്യാണം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് വല്ലിപ്പാക്ക് പോയാൽ മതി എന്നാണ്. കാരണം എന്താ? മരിക്കാനുള്ള ഭയം, ജീവിതത്തിനോടുള്ള അമിതമായ താല്പര്യം. അതേപോലെ തന്നെ യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്. സമ്പത്ത് സ്വരൂപിക്കുകയാണത് ഉണ്ടാക്കാനുള്ള ഹുബ്ബാണ്, പക്ഷെ അതിനെക്കുറിച്ചുള്ള വിചാരണ അത് നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ്. സൃഷ്ടിച്ച റബ്ബിനെ മറന്നു കളയുന്നു, സൃഷ്ടാവിനെയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് മൊത്തത്തിൽ മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷവും പോകുമ്പോ നമുക്കൊരിക്കലും അങ്ങനെ ഒഴുകാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഹലോക ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളുണ്ടാവും. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചെടുത്ത് തന്നെ പടച്ചതമ്പുരാൻ പറഞ്ഞു, എന്ത്? നിങ്ങളെ നാം പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. പരീക്ഷണമാണ് ജീവിതം. അതുകൊണ്ട് തന്നെ രോഗമുണ്ടാകും, സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകും, കലാപങ്ങളും അക്രമങ്ങളും അസമാധാനവും അതുപോലെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത്. വിശുദ്ധ ഖുർആൻ ആ പരീക്ഷണങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞു തന്നു. ഇങ്ങനെയുള്ള നിരവധി പരീക്ഷണങ്ങൾ നമ്മുടെ തലക്ക് മുകളിൽ ശരവർഷമായി വന്നു വീഴും. ആ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ആ ത്യാഗം നിറഞ്ഞ ജീവിതത്തിലൂടെ പരലോകമെന്ന വിശാലമായ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതത്തെ ശാന്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നവരാകണം ഒരു വിശ്വാസി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു ഇലന്ത മരത്തിന്റെ വേരിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുക. നോക്കണം നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞ ആരാ? അഷ്റഫുൽ ഖൽഖാണ്. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട മഹാനായ പ്രവാചകനാണ്. നാളെ സ്വർഗീയ ആരാമത്തിലേക്ക് താക്കോലേന്തി ഒന്നാമതായി കിടക്കുന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഇലന്ത മരത്തിന്റെ വേരിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദയനീയമായ കിടത്തം കണ്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ഉമർ റളിയല്ലാഹു അൻഹു കരച്ചു കേട്ട് റസൂലുള്ളാഹി എഴുന്നേറ്റിട്ട് ചോദിച്ചു, എന്തിനാ ഉമറെ കരയുന്നത്? റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, അല്ലാഹുവിൽ വിശ്വസിക്കാത്ത, ഇസ്ലാം അംഗീകരിക്കാത്ത ധിക്കാരികളായ ഏകചക്രാധിപതികൾ ഒരുപാട് സുഖലോൽഭമായ സൗകര്യങ്ങളിൽ ഉറങ്ങുമ്പോൾ ലോകത്തിന്റെ നേതാവായ എന്റെ ഹബീബായ റസൂലേ, താങ്കൾ കിടക്കുന്ന ദയനീയമായ കിടത്തം അത് കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലി വലി ദുനിയാ ഇല്ലാ കറാഖിബുൻ ഇസ്തല്ലാ തഹ്ത ഷജറത സുമറാ. ഉമറേ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒരു യാത്രക്കാരനെ പോലെയല്ലാതെ. ആ യാത്രക്കാരൻ ക്ഷീണിക്കുമ്പോൾ ഒരു മരച്ചുവട്ടിലിരിക്കും, ക്ഷീണം മാറി അവിടുന്ന് യാത്ര പോകും അല്ലേ? എന്ന പോലെ ഈ ഭൂമിയിൽ കുറച്ചൊക്കെ പ്രയാസം ഉണ്ടാവും. ഇവിടെയുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊന്നും അത്ര വലിയ കാര്യമാക്കണ്ട, അത് നിസാരമാണ് ഉമറേ എന്ന് പറയുമ്പോ ഈ ദുനിയാവ് എത്രമാത്രം നിസാരമാണ് സഹോദരങ്ങളെ. പക്ഷെ ഈ ദുനിയാവിന്റെ
നൈമിഷികതയിൽ വഞ്ചിക്കപ്പെട്ട് മനുഷ്യന്മാരെ ലക്ഷ്യം കാണാതെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ ഇമാം ഗസാലി അദ്ദേഹത്തിന്റെ കിതാബിൽ വളരെ രസകരമായ ഒരു കഥ പറയുന്നുണ്ട്. എന്താണ് കഥ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം. ഇമാം ഗസാലി പറയാണ്, ഒരു ഘോരാന്തവനം, ഒരു ഇരുട്ടുള്ള, പ്രകാശം പോലും കടന്നു വരാൻ സാധിക്കാത്ത വിധം തിക്കുള്ള, വന്യമൃഗങ്ങളുള്ള, പേടിപ്പെടുത്തുന്ന ഒരു വനം, ഒരു കാട്. ആ കാട്ടിലൂടെ ഒരാളിങ്ങനെ നടന്നു പോകുകയാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ആ കാട്ടിലൂടെ ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ അദ്ദേഹത്തിന്റെ പിന്നിൽ വിശന്ന് അവശനായ ഒരു സിംഹം നാക്ക് പുറത്തിട്ട് മൂർച്ചയുള്ള പല്ലും നഖവും പുറത്ത് കാണിച്ച് ഓടുകയാണ്. എന്തുണ്ടാവും? സ്വാഭാവികമായും ജീവനും കൊണ്ട് അദ്ദേഹം ഓടി ലക്ഷ്യം കാണാതെ, രക്ഷപ്പെടാൻ വഴിയില്ലാതെ അവസാനം മുമ്പിൽ കണ്ട വലിയൊരു ഗട്ടർ, വലിയൊരു കുഴി, അതിലേക്ക് എടുത്ത് ചാടിയപ്പോ അദ്ദേഹത്തിന്റെ കയ്യിലൊരു വള്ളി, ഒരു മരവള്ളി, ആൽമരത്തിന്റെ ഒക്കെ പോലെയുള്ള ഒരു വള്ളി കാട്ടിൽ നിന്ന് പിടുത്തം കിട്ടി. അയാൾ ആ വള്ളിയിലൂടെ പിടിച്ചു നിന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോ നാക്ക് പിളർത്തി കേല ഉറ്റിക്കുന്ന സിംഹം പിടിച്ച വള്ളിയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴോ സുബ്ഹാനല്ലാഹ്, അവിടെ പത്തി പിളർത്തി കാത്തു നിൽക്കുന്ന കാള സർപ്പങ്ങൾ ഏത് നിമിഷവും താഴെ വന്ന കൊത്തി കീറി അദ്ദേഹം മരണപ്പെടും. ആ ഒരു ഭീതിതമായ അവസ്ഥയാണ് മുകളിലും താഴെയുള്ളത്. അപ്പൊ സ്വാഭാവികമായി കിട്ടിയ പിടിവള്ളി അതില് മുഴുക്കി പിടിച്ച് രക്ഷപ്പെടാനുള്ള പഴുത് നോക്കണം. പക്ഷെ ആ വള്ളിയുടെ അറ്റത്ത് നോക്കുമ്പോ അഗ്രഭാഗത്ത് വേറെ ഒരു അത്ഭുതം. എന്താണ്? കുറച്ച് കറുത്തെലികളും കുറച്ച് വെളുത്തെലികളും അതിനെ മുരടിങ്ങനെ കാർന്ന് തിന്നുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും സ്ഥിതി? മുകളിൽ വായ പിളർത്തി കാത്തു നിൽക്കുന്ന സിംഹം, താഴെ പത്തി പിളർത്തി കാത്തു നിൽക്കുന്ന കാളസർപ്പങ്ങൾ, കിട്ടിയ പിടിവള്ളിയുടെ അഗ്രഭാഗത്ത് കറുത്തരികളും വെളുത്തരികളും മുരട് കാര്യമാണ്. ഏത് സമയം പൊട്ടി വീഴാം. ഈ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കുന്ന നിർബന്ധമാണ്. പക്ഷെ ആ മനുഷ്യന്റെ സ്ഥിതി എന്താ നിങ്ങൾക്കറിയോ? ഗസാലി ഇമാം പറയാണ്, ആ മരത്തിന്റെ മുകളിൽ നിന്ന് 2 തുള്ളി തേന്, നല്ല മധുരമുള്ള തേൻ അയാളെ മുഖത്തേക്ക് ഉച്ചി. അപ്പൊ തേൻ ഇങ്ങനെ വലിച്ചു വന്നപ്പോ അയാൾ നാവുകൊണ്ട് നുണഞ്ഞു നോക്കിയപ്പോ നല്ല മധുരം. 2 തുള്ളി തേനിന്റെ മധുരത്തിൽ അയാൾ അങ്ങോട്ട് ലയിച്ചിട്ട് ആ മധുരം അങ്ങോട്ട് ആസ്വദിച്ചിട്ട് മുകളിലുള്ള സിംഹത്തെയും താഴെയുള്ള കാളസർപ്പത്തെയും ഏത് നിമിഷവും പൊട്ടി വീഴാവുന്ന വള്ളിയെ കുറിച്ചൊക്കെ മറന്നുപോയാൽ ആ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ എന്തു പറയും സഹോദരങ്ങളെ? നശിപ്പിച്ചവരെന്നല്ലേ? കാരണം രക്ഷപ്പെടാനുള്ള പഴുത് നോക്കേണ്ടതിന് പകരം ഈ 2 തുള്ളി തേനിന്റെ സുഖങ്ങളിൽ ലയിക്കാൻ പാടുന്നവൻ ഇല്ല. എങ്കിൽ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ നൈമിഷികമായി ദുനിയാവ് വളരെ കുറഞ്ഞ കാലത്ത് ആസ്വാദനം മാത്രം, അത് അല്ലാഹു തആല നൽകിയത് യഥാർത്ഥത്തിൽ അതിന്റെ രീതിയോടുകൂടി ഉപയോഗിക്കാതെ അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് തീർത്തങ്ങട്ട് പോയാൽ ലഭിക്കാനുള്ളത് ഭയാനകരമായ നഷ്ടമാണ്. അതുകൊണ്ടാണ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നുണ്ട്, സഹാബിയുടെ പേര് മാറിയിട്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക, അറിയുക, സംശയം. ആ സ്വഹാബി അദ്ദേഹം പറയുകയാണ്, കൈഫ നഫ്റഹു, നാം എങ്ങനെയാണ് സന്തോഷിക്കുന്നത്, എങ്ങനെയാണ് നാം ഒന്ന് ഡിസോർഡറായി ജീവിക്കുന്നത്? അൽ മൗതു അമാമനാ, നമ്മുടെ മുമ്പിൽ മരണമില്ലേ? വൽ ഖബറു വറാഅനാ, നമ്മുടെ പിന്നിൽ ഒരു ഖബർ ജീവിതമില്ലേ? അൽ ഖിയാമത്തു മൗഇദുനാ, നമുക്ക് ചെന്നു ചേരാനുള്ള ഒരു പരലോകമില്ലേ? ഈ 3 പ്രതിഭാസങ്ങളും ഒരു മനുഷ്യന്റെ മുമ്പിലുണ്ട്. വിശിഷ്യ ഒരു സത്യവിശ്വാസിയുടെ മുമ്പിൽ നിർബന്ധമായും വിശ്വസിക്കുന്ന രൂപത്തിലുണ്ട്. എങ്കിൽ ഡിസോർഡറായി ജീവിക്കാൻ നമുക്ക് പറ്റൂല. അപ്പൊ ഈ ദുനിയാവെന്ന് പറയുന്നത് നൈമിഷികമല്ലേ? ആണ്. അപ്പൊ ഈ ദുനിയാവിനെ അർഹിക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നാം സ്നേഹിക്കാൻ പാടുണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം ദുനിയാവ് തീരെ വേണ്ട, സന്യാസികളെ പോലെ ഒരു കാവ്യവസ്ത്രം ധരിച്ച് ഏകാന്തവാസം തുടങ്ങി കാട്ടിൽ പോയി കുടുംബജീവിതമില്ലാതെ ആസ്വാദനമില്ലാതെ ജീവിക്കണം എന്നാണോ? അല്ല. ഇസ്ലാം അതിന്റെ മധ്യത്തിൽ കൈവച്ചുകൊണ്ട് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, ഈ ദുനിയാവ് മാത്രം ആഗ്രഹിക്കുന്ന ആളുകളോട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ പറയുന്നത് എന്താണ്? മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ. അല്ലാഹു തആല പറയുകയാണ്, മൻ കാന യുരീദുൽ ആജില, പെട്ടെന്ന് തീർന്നു പോകുന്ന ഈ ക്ഷണികമായ ദുനിയാവിനെയാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നത് എങ്കിൽ പടച്ചതമ്പുരാൻ പറയുന്നു, ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്, അവരാഗ്രഹിക്കുന്നത്, അവരുദ്ദേശിക്കുന്നത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു വേഗത്തിൽ കൊടുക്കും. ദുനിയാവ് മാത്രം ആഗ്രഹിക്കുന്ന മനുഷ്യന് ദുനിയാവിൽ വെച്ച് ആവശ്യമുള്ള കണ്ട് കൊടുക്കും. എന്നാ സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ, പിന്നെ അവൻ അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് പാരത്രിക ലോകത്ത് പരലോകത്ത് വന്നാൽ നൽകുന്നതോ
അപമാനിതനും പുറന്തള്ളപ്പെട്ടവനുമായ രീതിയിൽ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കും. അപമാനിതനായിക്കൊണ്ട് നിന്ദ്യനായിക്കൊണ്ട് അവൻ നരകത്തിലേക്ക് പ്രവേശിക്കും. അപ്പൊ സഹോദരങ്ങളെ, ദുനിയാവ് മാത്രം മതിയോ? നമുക്ക് പോരാ, ദുനിയാവ് മാത്രം പോരാ. പക്ഷെ ദുനിയാവിന്റെ പ്രേമികള് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോയാൽ പോലും കഅബാലയത്തിന്റെ മുമ്പിൽ വെച്ചും അറഫ മൈതാനിയിൽ വെച്ചുമൊക്കെ ഉത്തരം കിട്ടാവുന്ന ആ സാഹചര്യത്തിൽ പോലും ചില ആളുകൾ ചോദിക്കുന്ന ദുനിയാവാണ്. മക്കളുടെ കാര്യം, അതേപോലെ വീടിന്റെ കാര്യം, മകന്റെ പിന്നെ പഠിപ്പിന്റെ കാര്യം, അതുപോലെ തന്നെയുള്ള സ്വത്തും മറ്റേ വസൂലാക്കുന്ന കാര്യങ്ങൾ എണ്ണി എണ്ണി ചോദിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. എന്ത്? മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവര് അല്ലാഹുവോട് പടച്ചവനെ നീ എനിക്ക് ദുനിയാവ് നൽകണേ എന്നിങ്ങനെ ചോദിക്കുന്നു. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അങ്ങനെയുള്ള ആളുകൾക്ക് പരലോകത്തിൽ ഒരു ഓഹരി അല്ലാഹു നൽകൂല, പരലോകത്തൊന്നും അവർക്കുണ്ടാവില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ആകാൻ പാടുണ്ടോ? പാടില്ല. പിന്നെ എങ്ങനെയാകണം നമ്മുടെ നിലപാട്? വിശുദ്ധ ഖുർആൻ അതിന്റെ തൊട്ടുതാഴെ 201-ാമത്തെ ആയത്ത് സൂറത്തുൽ ബഖറയിൽ പറയുന്നു, വമിൻഹും റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചവനെ, ഇഹലോക ജീവിതത്തിലെ നന്മയും പരലോക ജീവിതത്തിലെ നന്മയും നീ എനിക്ക് നൽകണം റബ്ബേ. രണ്ടും വേണം, രണ്ടും വേണ്ടാന്നല്ല, ഒന്ന് മാത്രം മതി എന്നല്ല, രണ്ടും വേണം. അതോടൊപ്പം വഖിനാ അദാബന്നാർ, കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നാഥ നീ എന്നെ രക്ഷപ്പെടുത്തണം. കാരണം നരകം അതിഭയാനകരമാണ്. ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷമുള്ള സമയത്തിൽ നമുക്ക് വിശദീകരിക്കപ്പെടാനുള്ള ഭാഗത്തിൽ ആ വിഷയം വരാനുള്ളത് കൊണ്ട് നരകത്തിന്റെ ഒരു ഭീകരതയിലേക്ക് ഞാൻ കടക്കുന്നില്ല. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ദുനിയാവിനെ മാത്രം ചോദിക്കുന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്തിരുന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തുൽ കിറാമിന്റെ അവസ്ഥ എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സ്വർഗം നേടാൻ നരകത്തെ വിട്ടു നിൽക്കാൻ മത്സരിക്കുകയായിരുന്നു അവര്. കാരണം വിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞു, മത്സരിക്കുന്നവരെ നിങ്ങൾ സ്വർഗം നേടുന്ന വിഷയത്തിൽ മത്സരിക്കുക. ദുനിയാവിൽ വലിയ വീട് വെക്കാൻ, മറ്റുള്ളവനെ പരാജയപ്പെടുത്താൻ, അധികാരങ്ങൾ വെട്ടിപ്പിടിക്കാൻ, സുഖലോൽപമായ സൗകര്യമുള്ള ജീവിതം നയിക്കാൻ, അതിനല്ല. മറിച്ച് നിങ്ങൾ മത്സരിക്കേണ്ടത് നിങ്ങൾ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രൂപത്തിൽ മത്സരം നടത്തേണ്ടത് എന്തിനാണ്? സ്വർഗം നേടുന്ന വിഷയത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് ഒരുപാട് രംഗത്ത് കാണാൻ സാധിക്കും, അല്ലേ? മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉഹദ് രണാങ്കണത്തിലേക്ക് സ്വഹാബികളെ കൊണ്ടുപോകുകയാണ്. യുദ്ധത്തിന് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു അറാബി വഴിയിൽ വെച്ചിട്ട് തടഞ്ഞു വെച്ചിട്ട് ചോദിച്ചു, മുഹമ്മദേ, നിന്റെ കൂടെ യുദ്ധത്തിന് വന്നാൽ എന്ത് കിട്ടും? മനുഷ്യന്റെ എക്കാലത്തെയും ചിന്ത എന്താ? എന്ത് കിട്ടുന്നാണ്. എന്തിനും എന്ത് കിട്ടുമെന്നാ ചിന്ത. അപ്പൊ ഈ അറാബി ചോദിക്കുകയാണ്, എന്താ മുഹമ്മദ് എന്റെ കൂടെ വന്നാ കിട്ടാ? റസൂൽ പറഞ്ഞു, ഫിൽ ജന്ന, സ്വർഗം കിട്ടും. അയാൾക്ക് മനസ്സിലായില്ല, അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം ചോദിച്ചു, നീ പറയുന്ന സ്വർഗത്തില് ചുവന്ന ഒട്ടകങ്ങളെ കിട്ടും? ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ സമ്പത്താണ്. ഇന്നൊരു 15 ലക്ഷം രൂപയുടെ വാഹനമൊക്കെ കിട്ടിയാന്ന് പറഞ്ഞ പോലെ അന്ന് വലിയ സമ്പത്താണ്. അതുകൊണ്ട് ചുവന്ന ഒട്ടകങ്ങളെ കിട്ടുമോ? ഓ, ചുവന്ന ഒട്ടകങ്ങളെ കിട്ടുമല്ലോ. എത്രയും കിട്ടുന്നു ചോദിച്ചു. എത്രയും കിട്ടുന്നു. ആഹാ, അങ്ങനെ ഒരു സ്വർഗം ഉണ്ടോ? എന്നാ ഞാനുണ്ട് എന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വാളൂരിയില്ല. അപ്പൊ പറഞ്ഞു, ഷഹാദത്ത് കലിമ ചൊല്ലി ആ സാക്ഷ്യവചനം നാവുകൊണ്ട് മുഴച്ചിട്ട് പോന്നെങ്കിലേ രക്ഷയുള്ളൂ. അവിടെ വെച്ചുകൊണ്ട് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ, അദ്ദേഹത്തിന്റെ പിന്നിലെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കാതെ ആ സ്വർഗം എന്ന ലക്ഷ്യത്തിലേക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ അവിടുന്ന് ചൊല്ലി സ്വഹാബിയായി യുദ്ധം ചെയ്തു മരണപ്പെട്ടു, സ്വർഗത്തിലേക്ക് പാറി. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സ്വർഗം നേടുന്ന വിഷയത്തിൽ അവർ മത്സരിച്ചു. സ്വഹാബികളുടെ ചോദ്യം ഖുർആനിലും ഹദീസിലും നിരന്തരമായി കാണാം. യസ്അലൂനക അനിൽ യതാമ, അവർ നിന്നോട് ചോദിക്കുന്നു യതീമുകളെ കുറിച്ച്. സ്വർഗം കിട്ടാൻ യതീമക്കളോട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നബിയെ പറഞ്ഞു തരൂ. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, അവർ ചോദിക്കുന്നു എത്രയാണ് ഞങ്ങൾ കൊടുക്കേണ്ടത്? നമ്മളോ 5 രൂപ കൊടുത്താ പോരെ, 10 രൂപ കൊടുത്താ പോരെ? അങ്ങനെയല്ല, എത്ര കൊടുക്കേണ്ടി സ്വർഗം കിട്ടാതെ കേട്ട് പറയുന്ന. ഇങ്ങനെ സ്വർഗത്തിന് വേണ്ടി മത്സരിച്ചിട്ട് ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരിക്കല് ഒരു ഗ്ലാസ് പാല് ഒരാൾ സംഭാവന ചെയ്തു. നബി ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് പാല് സംഭാവന ചെയ്തു. അപ്പൊ സംഭാവന ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പകുതി അതിൽ കുടിച്ചിട്ട്, അല്പം കുടിച്ചിട്ട് ബാക്കി അവിടെയുള്ള ആളുകൾക്ക് വിതരണം ചെയ്തു. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവാണ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിതരണം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ നബിയുടെ ഇടതുഭാഗത്ത് ഒരുപാട് വൃദ്ധരായ ആളുകളാണ്, പ്രായം ചെന്ന ആളുകളാണ്. വലതുഭാഗത്ത് ചെറുപ്പക്കാരാണ്, കുട്ടികളാണ്. അപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വൃദ്ധന്മാരെ ആദരിച്ചിട്ട് ഇവർക്ക് കൊടുക്കണം എന്നാണ്
ആഗ്രഹം. പക്ഷെ ഇസ്ലാമിന്റെ നിയമം എന്താ? എന്ത് നല്ല കാര്യം തുടങ്ങണമെങ്കിൽ വലത്തെ ഭാഗത്ത് തുടങ്ങണമെന്നാണ്, അല്ലേ? അപ്പൊ ഈ കുട്ടിയോട്, റസൂലുള്ളാഹിന്റെ ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന ഒരു കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മോനെ ഞാൻ ഈ പാല് ഈ വയസ്സന്മാർക്ക് കൊടുത്തിട്ട് എനിക്ക് തന്നാ പോരെ? കുട്ടി പറഞ്ഞു, അത് പറ്റൂല നബിയേ, അത് പറ്റൂല. ഞാൻ എന്തിനാണ് ഈ വെയിൽ കൊണ്ട് നിങ്ങളോടൊപ്പം ഒട്ടി നിൽക്കണമെന്നറിയോ? നിങ്ങൾ എന്ത് നല്ല കാര്യം തുടങ്ങുകയാണെങ്കിൽ ഇവിടുന്ന് തുടങ്ങാൻ എനിക്കറിയാം, അതുകൊണ്ട് അത് പറ്റൂല. പാല് വാങ്ങി കുടിച്ചു എന്നാ, പാല് കുടിച്ച സ്വർഗത്ത് പോകും ഇല്ല. പക്ഷെ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് അത് കിട്ടുന്നത് എന്തെങ്കിലും ഒരു നന്മയുണ്ടാവും, ആ നന്മ എനിക്ക് കിട്ടണം. 13 വയസ്സുകാരായ കുട്ടിയുടെ ചിന്ത അതാണെങ്കിൽ ക്ലാസുകളും ക്യാമ്പുകളും ഉത്ബോധനങ്ങളും നിരവധി കൃത്യമായ ഈ സൗഭാഗ്യങ്ങളിൽ ലഭിച്ച മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ ഇന്നെന്താ സഹോദരങ്ങളെ? സ്വർഗം നേടുന്ന വിഷയത്തിൽ ആര് മത്സരിക്കുന്നു? സ്വർഗം നേടുന്ന വിഷയത്തിൽ എന്ത് ത്യാഗം സഹിക്കാൻ ആര് തയ്യാറാകുന്നു? അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗമെന്ന വിശാലമായ ലക്ഷ്യം, ആ നരകമെന്ന പിന്നെ ആ ഭയാനകരമായ കേന്ദ്രം, അതിനെക്കുറിച്ചുള്ള കൃത്യമായ ചിന്തയും പഠനവും വിശുദ്ധ ഖുർആനിന്റെ താളുകളിലൂടെ, ഹദീസിന്റെ താളുകളിലൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിന്റെ നികല മേഖലകളിൽ അത് ഉൾക്കൊണ്ട് മാറ്റം വരുത്താൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം അത് നൈമിഷികമായ ഒരു സമ്പത്താണ്. പടച്ചതമ്പുരാന്റെ മാർഗത്തിലേക്ക് കൈ കൊടുത്ത, കാല് കൊടുത്ത, രക്തം കൊടുത്ത, സമ്പത്തുകൾ വാരി വിതറിക്കൊടുത്ത സഹാബത്തുൽ കിറാമിന്റെ ചരിത്രം നമുക്കറിയാം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിന്റെ സുഖങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്മാർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അല്ലദീ ജമഅ മാലൻ ഫഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. അവനവന്റെ ധനത്തെ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിയാൽ ബാങ്ക് ബാലൻസ് നോക്കാൻ, അത് വർദ്ധിപ്പിക്കാൻ എന്താ മാർഗം? അത് ഹലാലും ഹറാമോ? അതൊന്നൊരു പ്രശ്നമല്ല. പലിശക്ക് അതൊന്നൊരു പ്രശ്നമല്ല. കൊടുക്കൽ വാങ്ങൽ തെറ്റ് അതൊന്നൊരു പ്രശ്നമല്ല. പണം ഉണ്ടാക്കണം, അത് വർദ്ധിപ്പിക്കാൻ എന്താ മാർഗം? അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അവൻ ശാശ്വതമായി എന്ന് ധരിക്കുകയാണ്. അല്പം പണമൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അവന് അഹങ്കാരം തുടങ്ങി. പിന്നെ കൃത്യമായി പള്ളിയിൽ വന്നിരുന്ന ആള്, സകാത്തും ദാനകർമ്മങ്ങളും ചെയ്തിരുന്ന ആള്, കുടുംബ ബന്ധമൊക്കെ നല്ല രൂപത്തിൽ പുലർത്തിയിരുന്ന ആള്, അതിലേക്കൊന്നുമില്ല. പിന്നെ അവനിങ്ങനെ ആസ്വദിച്ച് ഉയർന്നു ഉന്നതമായി, അങ്ങനെ സ്വയം പര്യാപ്തനായി, അങ്ങനെ ഒരു 10 ലക്ഷം 1 കോടിയൊക്കെ എന്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് എന്നെ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന ഒരു താല്പര്യമായ രീതി അവന്റെ മനസ്സിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുൽ അബ്ദു മാലി മാലി. ആദമിന്റെ മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്റെ ധനം എന്റെ ധനം. വഇന്നമാ ലഹു മിൻ മാലിഹി സലാസ്. അവന്റെ ധനത്തിൽ നിന്ന് 3 എണ്ണമല്ലാത്ത ഒന്നും അവന്റെതല്ല കേട്ടോ. മാ അഖല ഫഅഫന ഔ ലബിസ ഫഅബല ഔ അതാ ഫഖതന വമാ സിവാ ദാലിക ഫഹുവ ദാഹിബുൻ ഫതാരിഖുഹു ലിന്നാസ്. അവൻ തിന്നു തീർത്ത അവന്റെ ഭക്ഷണം, ധരിച്ചു ദ്രവിപ്പിച്ച അവന്റെ വസ്ത്രം, അതേപോലെ തന്നെ അവൻ ഒന്ന് കൊടുത്ത് ശേഖരിച്ച ധനം, ഇതല്ലാത്ത മറ്റെല്ലാം അവന്റെ കുടുംബക്കാർക്ക് അവൻ വിട്ടേച്ചു പോകാൻ, അല്ലേ സഹോദരങ്ങളെ? വലിയ വലിയ ബംഗ്ലാവിൽ സുഖലോൽപ സൗകര്യങ്ങൾ, AC കണക്ഷനും ഇന്റർനെറ്റ് കണക്ഷനും സോഫ്റ്റായ മെത്തയും സൗകര്യങ്ങളുമുള്ള ഉന്നതമായ വീട്ടിൽ കിടന്നുറങ്ങുന്നവനും ഉന്നതമായ ഭക്ഷണം കഴിക്കുന്ന വലിയൊരു മുതലാളിയും ഓടയുടെ ഡിച്ചിന്റെ മുകളിലൂടെ ഡിച്ചിന്റെ അടിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന ആ ജലത്തിന്റെ മുകളിൽ ഒരു ചാക്ക് വിരിച്ചുകൊണ്ട് ഉറങ്ങുന്ന ദരിദ്രനായ മനുഷ്യനും ഈ ദുനിയാവിൽ എന്താ കൊണ്ടുപോകുന്നത്? മരണപ്പെടുമ്പോ ഒന്നും കൊണ്ടുപോകണില്ല, ഒന്നും കൊടുത്ത് കൊണ്ടുപോകണില്ല. അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള മരണത്തെക്കുറിച്ച് നാം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സമയമില്ല നമ്മുടെ മുമ്പിൽ, സാഹചര്യമില്ല, നമുക്ക് ഗ്യാരണ്ടിയില്ല. ഈ വർക്ക് ചെയ്യുന്ന ക്യാമറക്കും ഇവിടെ ഉപയോഗിക്കപ്പെടുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾക്കും നാം ഇരിക്കുന്ന കസേരകൾക്കും തുടങ്ങി മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾക്കെല്ലാം അതുണ്ടാക്കിയ ആളുകൾ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? 2 വർഷം പറഞ്ഞാൽ 5 വർഷം ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് വല്ല ഗ്യാരണ്ടിയും ഉണ്ടോ? വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്താണ് ഇവിടെ സംഭവിക്കാന്ന് ഒരാളെ കൊണ്ട് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ എവിടെ വെച്ച് മരിക്കുമെന്നും നമുക്ക് പറയാൻ പറ്റൂല. മരണം ഒരു യാഥാർത്ഥ്യമാണ്. ആ മരണത്തിലേക്ക് ഓരോ ദിവസവും നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? നാമൊക്കെ പലപ്പോഴും പാട്ടുകളിലൂടെ കേൾക്കാറുള്ള ഒരു വരി എന്താണ്? ചുമയിൽ ഒരു ഘടികാരം തൻ ശുചിയിളക്കിക്കൊണ്ട് പറഞ്ഞു, മനുഷ്യ നിൻ ജീവിത സമയം ചെത്തി നുറുക്കുന്നു, നിന്നുടെ മരണത്തിൻ സമയമളന്ന് കുറിക്കുകയല്ലോ ഞാൻ. നമ്മുടെ വീട്ടിൽ നാം സ്ഥാപിച്ചിട്ടുള്ള ഘടികാരം, നമ്മുടെ കയ്യിൽ നാം കെട്ടിയിട്ടുള്ള നമ്മുടെ വാച്ച്, അതിന്റെ സെക്കൻഡ് സൂചികൾ സഹോദരങ്ങളെ, അതിന്റെ ആ സൂചി നമ്മോട് പറയുന്നത് എന്താണ്?
ഓരോ സെക്കൻഡുകളും ഒരു മിനിറ്റിലേക്കും, ഓരോ മിനിറ്റ് ഒരു മണിക്കൂറിലേക്കും, മണിക്കൂർ ഒരു ദിവസത്തിലേക്കും, ആ ദിവസം ഒരാഴ്ചയിലേക്കും, ഒരു മാസത്തിലേക്കും, ഒരു വർഷത്തിലേക്കും കിടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് നാം ഓരോ സെക്കൻഡ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ അത് നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്? ആ ബോധം നമുക്കുണ്ടോ? ഇല്ല. പത്രകോളങ്ങൾ വരുമ്പോ വീട്ടിൽ പത്രവാർത്ത നമ്മൾ നോക്കും, അതിങ്ങനെ നോക്കും, എന്നിട്ടോ ചരമകോളം എടുത്തിട്ട് ഇങ്ങനെ പരിശോധിക്കും. ഇതിപ്പോ ആരൊക്കെ മരിച്ചത്? മരിച്ചെടുത്ത് നമ്മുടെ കുടുംബക്കാരുണ്ടോ, നമ്മുടെ അയൽവാസികളുണ്ടോ, ഈ നാട്ടിലെ കാര്യപ്പെട്ട ആരെങ്കിലും ഉണ്ടോ, ഒക്കെ ഇങ്ങനെ നോക്കും. അങ്ങനെ പത്രവാർത്ത നോക്കി ചരമകോളം നോക്കി അത് അവിടെ ഇടും. എന്നാൽ ഇതുപോലെ ഇനി ഒരു പത്രവാർത്ത ഒരു ചരമകോളത്തിൽ ഞാനും ഒരു വാർത്തയായി വരേണ്ടവനാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല, ചിന്തിക്കാറില്ല. എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ ചിന്ത ഉണ്ടാകാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് നമുക്ക് സുന്നത്താക്കി തന്നത്, അല്ലേ? മരണത്തെ കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടല്ലേ ഖബർ സിയാറത്ത് സുന്നത്താക്കിയത്? ആണ്. അപ്പൊ ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലുള്ളതല്ലേ? ഉണ്ട്. അതിനെ എതിർക്കുന്നവരാണ് നമ്മൾ? അല്ല. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഖബർ സിയാറത്തുണ്ട്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ ഖബർ സിയാറത്ത് എന്ന് പറയുന്നത് മരണചിന്ത ഉണ്ടാക്കുവാനല്ല, പരലോക ബോധമുണ്ടാക്കുവാനല്ല, ദുനിയാവിന്റെ നൈമിഷികതയെ കുറിച്ച് ചിന്തിക്കുവാനോ ആ ദുരയുള്ള മനുഷ്യന്റെ ഹൃദയത്തെ സോഫ്റ്റാക്കുവാനോ അല്ല, മറിച്ച് ആഗ്രഹ സഫലീകരണങ്ങൾക്ക് സന്ദർശിച്ച് സായുജ്യമണിയുക. പെരുമ്പടപ്പ് പുത്തമ്പള്ളി ജാറം എന്നാണ് ജാറ കമ്മിറ്റിക്കാരുടെ പരസ്യം. എന്താ കാരണം? ആഗ്രഹ സഫലീകരണങ്ങൾ. ആഗ്രഹ സഫലീകരണത്തിന് ഖബർ തേടാൻ, ഖബർ സന്ദർശിക്കാൻ ആരാ പറഞ്ഞത്? ആരും പറഞ്ഞിട്ടില്ല. അത് ശിർക്കിന്റെ പൂജകന്മാർ ഉണ്ടാക്കപ്പെട്ട ഒരു മിഥ്യയായ ആദർശം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഖബർ സന്ദർശനം നമ്മുടെ വാപ്പാന്റെ, നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ ചേട്ടന്റെ, നമ്മുടെ ബന്ധപ്പെട്ട ആളുകളുടെ മയ്യത്ത് മറമാടപ്പെട്ട നമ്മുടെ ജുമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിൽ നാം പോകണം. അത് വെള്ളിയാഴ്ച മാത്രമല്ല, പെരുന്നാളിന് മാത്രമല്ല, ഹജ്ജിന് പോകുമ്പോൾ മാത്രമല്ല, നമുക്ക് ഓർമ്മയുണ്ടാകുമ്പോഴൊക്കെ ഖബർ സന്ദർശിക്കണം. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ, ഈ ഖബറിൽ കിടക്കുന്ന മുഅ്മിനുകളെ എന്ന് പറഞ്ഞുകൊണ്ട് സലാം ചൊല്ലണം. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം മരണപ്പെട്ടു പോയ മഹാത്മാക്കളുടെ ഖബറുകൾ കെട്ടിയുയർത്തുകയും അതിന്റെ മുമ്പിൽ പോയിക്കൊണ്ട് ആ മഹാന്മാരെ വിളിച്ചുകൊണ്ട് സഹായം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അത് ഇസ്ലാം അനുവദിച്ച ഖബർ സിയാറത്തല്ല, അത് ഖബർ പൂജയാണ്. അഥവാ അത് ശിർക്കാണ്. ആ ശിർക്ക് ചെയ്താൽ ഈ ചിന്ത ഉണ്ടാകൂല എന്ന് മാത്രമല്ല, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആര് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവോ, ശിർക്ക് വെക്കുന്നുവോ, അവന് നാം സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. അവന്റെ സങ്കേതം നരകമാണ്. അവന് സഹായിയായ ഒരാളെ ലഭിക്കുകയില്ല. അതുകൊണ്ട് ആ ഖബർ സിയാറത്ത് നമ്മുടെ നാട്ടിൽ യഥേഷ്ടം നടക്കുന്നുണ്ട്, അല്ലെ? യഥേഷ്ടം നടക്കുന്നുണ്ട്. ഹജ്ജ് പോകുന്ന ആളുകൾ വരെ ടിക്കറ്റും അതുപോലെ തന്നെ നമുക്ക് പിന്നെ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയാൽ പോയ ഭൂരിപക്ഷം ആളുകളിലും പലരും എന്താ ചെയ്തിട്ടുള്ളത്? ആ വിസയും ആ ടിക്കറ്റും അതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാണ്? നേരെ എല്ലാ ജാറങ്ങളിലേക്കും പോവുകയാണ്. ഇവിടെ നിന്ന് വിട്ടാല് ഈ ഭാഗത്തുള്ള കാസർഗോഡുള്ള അവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള എല്ലാ ജാറങ്ങളും സന്ദർശിച്ച് അവിടെയൊക്കെ പോയി അവരോടുള്ള പൊരുത്തമൊക്കെ വാങ്ങി എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തൗഹീദാണ് ഹജ്ജ്. പടച്ച തമ്പുരാനോട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പടച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന തൗഹീദിന്റെ ആ ഒരു കൃത്യമായ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുവാൻ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ ആ പടുത്തുയർത്തിയ കഅബാലയത്തിന്റെ മുമ്പിൽ വന്ന് റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന കർമ്മങ്ങളാണ് ഹജ്ജിലുള്ളത്. ആ കർമ്മം ചെയ്യാൻ പോകുമ്പോൾ എല്ലാ ഖബറുകളിലും പോയി പ്രാർത്ഥിച്ചു പോയാൽ സഹോദരങ്ങളെ അത് മഹാപാപമാണ്. അതുകൊണ്ട് ആ ഖബർ സിയാറത്തല്ല റസൂലുള്ളാഹി പറഞ്ഞത്, മറിച്ച് മരണചിന്ത ഉണ്ടാകാൻ നിങ്ങൾ ഖുർആൻ ഓതുക. കാരണം ഖുർആനിൽ മരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. മരിക്കുന്ന ഘട്ടത്തിൽ മനുഷ്യൻ അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ മരണത്തെ പിടിക്കുന്ന മലക്കുൽ മൗത്തിന്റെ പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി മരണചിന്ത ഉണ്ടാകുന്ന ഒരുപാട് ആയത്തുകൾ ആ ഖുർആനിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. അതോടൊപ്പം ഖബർ സന്ദർശിക്കും വേണം. കാരണം എന്താ? ഖബറിൽ കിടക്കുന്ന തന്റെ ജ്യേഷ്ഠന്മാരും സഹോദരങ്ങളും ഒപ്പം നടന്ന ആളുകളൊക്കെ കാണുമ്പോ പടച്ചവനെ ഞാനും ഇതുപോലെ മണ്ണിന്റെ ഭാഗമായി മാറേണ്ടവനാണല്ലോ എന്ന ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് ആ ചിന്തക്ക് വേണ്ടി
നാം പ്രയത്നിക്കുക, പ്രവർത്തിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മരണം അതൊരു യാഥാർത്ഥ്യമായ സംഗതിയാണ്. അതുകൊണ്ട് ഈ ദുനിയാവിന്റെ സുഖങ്ങളിൽ അള്ളിപ്പിടിച്ച് ലക്ഷ്യം മറന്ന് ജീവിക്കുന്ന നിർഭാഗ്യവാന്മാരായി ഞാനും നിങ്ങൾ മാറാൻ പാടില്ല. പലപ്പോഴും ഈ ദുനിയാവ് നേടുന്ന വിഷയത്തിന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ട് സ്വന്തം മക്കളെ പരിചരിക്കുന്ന വിഷയത്തിൽ പോലും മാതാപിതാക്കൾക്ക് ശ്രദ്ധയില്ല. കാരണം എന്താണ്? ദുനിയാവിൽ കൺകുളിർമയുണ്ടാകണം, മക്കൾ ഉന്നത വിദ്യാഭ്യാസം നേടണം, ഉന്നത സോപാനങ്ങളിലേക്ക് ഉയരണം, അങ്ങനെ ആളുകൾക്കിടയിൽ പ്രശസ്തിയും പേരും എനിക്ക് ലഭിക്കണം, എന്റെ കുട്ടികൾക്ക് ലഭിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അത് ഇസ്ലാം വിദ്യാഭ്യാസത്തിന് എത്ര ഉയർന്ന സ്ഥാനം കൈവരിക്കുന്നതിനും തടസ്സം വെച്ചിട്ടില്ല. പക്ഷെ അതോടൊപ്പം ഏത് വിദ്യാഭ്യാസം നേടുമ്പോഴും ഏത് IAS കാരനോ ഏത് സോഫ്റ്റ് എഞ്ചിനീയറോ എത്ര ഉയർന്ന ഒരു MP യോ MLA യോ എന്ത് ഉയർന്നങ്ങളിലേക്ക് പറന്നോട്ടെ, ഏതൊക്കെ മേഖലയിൽ അവൻ പഠിച്ചോട്ടെ, പക്ഷേ ആ പഠനമെല്ലാം അടിസ്ഥാന പഠനങ്ങളെ മറികടക്കുന്നതാകരുത്. എങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം എന്താ? ഈ ദുനിയാവ് നശിച്ചു പോകും, ഈ ദുനിയാവ് നശിച്ചു പോകും. ഈ ദുനിയാവുമായി നമുക്കുള്ള ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്താണ്? നമ്മൾ തിന്നു തീർത്ത നമ്മുടെ ഭക്ഷണം ഇവിടെ ഉണ്ടാവും, അത് നമ്മൾ തിന്നതാ. നമ്മൾ ധരിച്ച് ദ്രവിപ്പിച്ച നമ്മുടെ വസ്ത്രം അതും നമുക്ക് നമ്മുടേതാ. അത് കഴിഞ്ഞാൽ അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ വല്ലതും കൊടുത്ത് ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ സഹോദരങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ യാഥാർത്ഥ്യത്തിലേക്ക് ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമുള്ള വിഷയവും അതിന് അനുബന്ധമായ കാര്യങ്ങളും നമുക്ക് പരിമിതമായ സമയം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദർശത്തെ കൃത്യമായി പഠിക്കുവാനും പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന ആ പ്രപഞ്ച സിട്ടാവായ പടച്ച തമ്പുരാന്റെ മതം അത് ഏറ്റവും കാതലായ മതമാണെന്നും അതല്ലാത്ത ആദർശങ്ങളെല്ലാം മനുഷ്യനിർമ്മിതമാണെന്നും വളരെ നിഷ്പക്ഷമായി നിഷ്കളങ്കമായി പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് ഇതറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് പടച്ച തമ്പുരാൻ നൽകുമാറാകട്ടെ. അതോടൊപ്പം ഈ ആദർശം വിശ്വസിച്ച നാം ഉൾക്കൊള്ളേണ്ട പരലോകം അത് തെറ്റിദ്ധാരണകളില്ലാത്ത വികലമായ വിശ്വാസങ്ങളല്ലാത്ത രൂപത്തിൽ നല്ല ദൃഢതയോടുകൂടി പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കി ജീവിതം അതിനനുസരിച്ച് തിട്ടപ്പെടുത്തുന്ന വിശ്വാസികളുടെ കൂടെ പടച്ച തമ്പുരാൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി നമ്മൾ ഇന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.